ഡോക്ടർ മേരി ജോർജ് മാം, കേരളത്തിൽ റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ടോ? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വി സതീശനാണ് ഈ റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ച് പറഞ്ഞത്. ആദ്യം ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. 4 മില്യനും 5 മില്യനും ഇടയിൽ, 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. സർ, അവര് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. വളരെ കുറച്ച് പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ പൈസ മാത്രമാണ് കാര്യമായിട്ട് സർക്കാരിലേക്ക് വരുന്നത്. അത് കുറച്ച് പെർസെന്റേജ് ആണ് അവരില്. ബാക്കിയുള്ളത് അവർ വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. അവർ ഗോതമ്പ് പൊടിയും ഉള്ളിയും സവാള പിന്നെ ദാലുമാണ്, പരിപ്പുമാണ് അവർ വാങ്ങിക്കുന്നത്. അറിയാലോ, പെരുമ്പാവൂർ MLA കൃത്യമായിട്ട് വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും. അവര് നേരത്തെ തിങ്കളാഴ്ച രാവിലെയാണ് അവർ പണം അങ്ങോട്ട് അയച്ചിരുന്നത്. ഇപ്പൊ അവർ ഗൂഗിൾ പേയില് ശനിയാഴ്ച പേയ്മെന്റ് കിട്ടിയാൽ ഉടനെ ഗൂഗിൾ പേയിൽ അവർ ഈ പൈസ അയക്കുകയാണ്. ഓക്കെ, എന്തായാലും ആദ്യം തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയം എടുക്കാൻ കാരണം പലരും ഇതേക്കുറിച്ച് മേഡത്തോട് പ്രതികരണം ചോദിക്കാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് വൈകിയ വേളയിലും ഈ ഒരു വിഷയം എടുത്തത്. മാം, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ കേരളത്തിൽ വന്ന് പണിയെടുത്തുണ്ടാക്കുന്ന കൂലി അവരുടെ ജന്മനാട്ടിലേക്ക് അയക്കുന്നത് തികച്ചും സാധാരണമായ ഒരു സാമ്പത്തിക പ്രക്രിയയല്ലേ? ഇതിനെ എങ്ങനെയാണ് റിവേഴ്സ് റെമിറ്റൻസ് എന്ന് വിളിച്ച് സാമ്പത്തിക പ്രതിസന്ധിയായി ചിത്രീകരിക്കാൻ കഴിയുന്നത്? ശരിക്കും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ശമ്പളം സ്വന്തം നാട്ടിലേക്ക് അയക്കുന്നതിനെയാണ് റെമിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അത് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കായാലും കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്കായാലും ഒരേ തത്വമല്ലേ? അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ വീട്ടിലേക്കോ ജന്മനാട്ടിലേക്കോ കേരളത്തിൽ നിന്ന് പണം അയക്കുന്നത് റിവേഴ്സ് റെമിറ്റൻസ് ആകുന്നത് എങ്ങനെയാണ്? ഇനി സതീശൻ പറഞ്ഞതുപോലെയാണ് എങ്കിൽ നാളെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ കേരളത്തിലെ പ്രവാസികൾ ഇവിടത്തെ പണം അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അത് ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ മാന്തുന്നു എന്ന് പറഞ്ഞ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ തകർന്നടിയുന്നത് നമ്മുടെ നാടായിരിക്കില്ലേ? സതീഷിന് തെറ്റിയോ? അല്ലെങ്കിൽ എന്താണ് VDS ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? മേഡം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്? മിസ്റ്റർ ജമേഷ്, താങ്കൾ ഈ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറഞ്ഞ് അതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ, അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സമൂഹം അദ്ദേഹത്തെ പല തരത്തിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ തൊഴിലാളികൾ, അതും കേരളത്തിൽ അവരുടെ സാന്നിധ്യവും അവരുടെ തൊഴിൽ ശക്തിയും അതിപ്രധാനമാണ് താനും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ വന്ന് തൊഴിൽ ചെയ്ത് അവർക്ക് കിട്ടുന്ന വേതനം അവർ നാട്ടിലേക്ക് അയക്കുന്നതിന് ഒരു റിവേഴ്സ് റെമിറ്റൻസ് മോഡിൽ കാണേണ്ടിയിരുന്നോ? അങ്ങനെ കാണുന്നത് അവരെ അവഹേളിക്കുകയല്ലേ എന്ന തരത്തിലാണ് നമ്മുടെ പല ഇത് കേട്ട അദ്ദേഹത്തിൻ്റെ ഈ അസംബ്ലിയിലെ ഈ പരാമർശം കേട്ട പലരും അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് തെരച്ചിലുകൾ നടത്തി. ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം അത് കുറ്റകരമായിരുന്നോ എന്ന് അറിയാൻ വേണ്ടി, അതായത് അത് ഇന്ത്യക്കാരായ തൊഴിലാളികളെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണോ എന്ന് മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലി അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം കടുപ്പിച്ചു പറഞ്ഞു എന്നുള്ളതൊഴിച്ചാൽ ആ തൊഴിലാളികളെ വിമർശിക്കുകയോ അവരെ മോശമാക്കി കാണുകയോ അല്ല ചെയ്തത്. പകരം അവർ കൊണ്ടുപോകുന്ന പണം, അതായത് അവരിവിടെ അവരുടെ അധ്വാനം വ്യയം ചെയ്യുന്നു. ആ അധ്വാനം വ്യയം ചെയ്ത് ആ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് അവർ ഭാഗികമായിട്ട് നാട്ടിലേക്ക് അയക്കുന്നത്. അതിലല്ല അദ്ദേഹത്തിന് അമർഷം. ആ പണം, അതായത് അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്ന ആ പണം അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവന്ന് വ്യയം ചെയ്യിക്കാതെ, അവരുടെ തൊഴിൽ ഇവിടെ ചെലവഴിപ്പിക്കാതെ, അങ്ങനെ പണം ചെലവഴിക്കാതെ ആ റെമിറ്റൻസ് മുഴുവനും ഇവിടെ തന്നെ, അതായത് ഇവിടെ തന്നെ വ്യാവസായിക വളർച്ചയ്ക്കും കാർഷിക വളർച്ചയ്ക്കും മറ്റു തരത്തിലുള്ള വളർച്ചയ്ക്കുമായിട്ട് കൂടുതൽ അതായത് മലയാളികളെ കൊണ്ട് തന്നെ, നമ്മുടെ യുവജനതയെ കൊണ്ട് തന്നെ, യുവജനത മാത്രം ആകണമെന്നില്ല, മലയാളികളെ കൊണ്ട് തന്നെ അത് ഇവിടെ വ്യയം ചെയ്യിപ്പിച്ച് വളർച്ചയിലേക്ക് നയിക്കാൻ കഴിയാത്തത് എന്ത്? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന
ശക്തമായ ഒരു ആജ്ഞാശക്തി, ആ ആജ്ഞാശക്തിയെ ആണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് ഇടവന്നത് തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഞാൻ നടത്തിയ ഒരു പര്യവേക്ഷണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം സൗത്ത് കൊറിയയെ എടുക്കുക ഒരു എക്സാമ്പിളായിട്ട്. സൗത്ത് കൊറിയയിലെ അതായത് റൂറൽ മേഖലകളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് ഒരുപാട് പേര് തൊഴിൽ തേടിയ വിദ്യാഭ്യാസത്തിന് പല കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്. അതായത് ഗ്രാമീണ മേഖലകളിൽ നിന്ന് നഗരങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന, അതായത് വിദ്യാസമ്പന്നർ തൊഴിൽ തേടിപ്പോയി പണം ഗ്രാമങ്ങളിലേക്ക് അയക്കുന്നു. അതിനെ അവർ റെമിറ്റൻസ് എന്ന് കണക്കാക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള നഗരങ്ങളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പണമോ ആകാം, പണം ഈ നഗരങ്ങളിലേക്കും പ്രവഹിക്കുന്നു. അതിനെ അവർ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നു. അതായത് അപ്പോൾ അവിടെ സൗത്ത് കൊറിയയിൽ അവരുടെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ, നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന, അതായത് വലിയ ഹൈടെക് ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർ ഗ്രാമങ്ങളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ അയക്കുന്ന പണം, അതിന് പകരം ആ പണം തന്നെയല്ല തിരിച്ച് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് പോകുന്നത്, തത്തുല്യമായ പണം അവിടെ നിന്ന് ഗ്രാമങ്ങളിൽ നിന്ന് പഠിക്കാനും അല്ലെങ്കിൽ ജോലി തേടിയും ഒക്കെ നഗരങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്നവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടി അയച്ചു കൊടുക്കപ്പെടുന്നു. അതിനെ അവർ റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് കാണുന്നു. അപ്പോൾ അവിടെ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സതീശൻ പറഞ്ഞ അതേ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അതേ അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത്. അതായത് ഒരു രാജ്യത്ത് തന്നെ, ഒരു രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അയക്കപ്പെടുന്ന പണം അതുപോലെ തന്നെ തിരിച്ച് അത്രയും തന്നെ പണമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണമോ തിരിച്ച് നഗരങ്ങളിലേക്കും ഒഴുകുന്നു. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒഴുക്ക്, അതിനെ റെമിറ്റൻസ് എന്നും റിവേഴ്സ് റെമിറ്റൻസ് എന്നും പ്രയോഗിക്കാം എന്നാണ് സൗത്ത് കൊറിയയുടെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ കേരളത്തിലേക്കുള്ള റെമിറ്റൻസിനെ പറ്റി, അതായത് നമുക്ക് നമ്മുടെ GSDPയുടെ ഏകദേശം 32% വരെ, കോവിഡിന് മുൻപ് 32% വരെ റെമിറ്റൻസ്, അതായത് നമ്മുടെ മലയാളികൾ ഗൾഫ് മേഖലയിലോ മറ്റ് ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്ന പണമായിരുന്നു നമ്മുടെ GSDPയുടെ 32% മുതൽ 35% വരെ വരുന്നത്. അത്ര വലിയ സംഭാവനയാണ്, കോൺട്രിബ്യൂഷനാണ് അവർ നടത്തിയിരുന്നത്. അങ്ങനെ നടത്തുന്ന ആ പണം, അതായിരുന്നല്ലോ ഇവിടെ ചർച്ചാ വിഷയം. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ ചർച്ച ചെയ്യുമ്പോൾ അതായിരുന്നല്ലോ വിഷയം. ആ പണത്തിൽ നിന്ന് റിവേഴ്സ് റെമിറ്റൻസ് വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്ര പണം പോകുന്നു അതുവഴി ഇപ്പോൾ ചില പഠനങ്ങൾ കേരളത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെയുള്ള ഒരു സെൻറ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കണക്ക് പ്രകാരം അവർ നടത്തിയ പഠനം അനുസരിച്ച് 50 ലക്ഷത്തിന് മേൽ അതിഥി തൊഴിലാളികളാണ് കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാലങ്ങളിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ചെലവിടുന്നത് 26,100 കോടിയാണ് ഒരു വർഷം. അവർ കേരളത്തിൽ ചെലവിടുന്നത് ഈ പഠനത്തിൻ്റെ, അതായത് സെൻറ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഡയറക്ടർ പുറത്തുവിട്ടിയ ഒരു കണക്കാണ്. അതനുസരിച്ച് 26,100 കോടി രൂപയാണ് അവർ കേരളത്തിൽ ഒരു വർഷം, ഈ 50 ലക്ഷത്തിലധികം തൊഴിലാളികൾ കേരളത്തിൽ ഒരു വർഷം ചെലവഴിക്കുന്നത്. അപ്പം നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, അവർക്ക് പിന്നെ എത്ര രൂപ ശമ്പളമുണ്ട്, അതായത് 800 രൂപ മുതൽ 1,200 രൂപ വരെയാണ് അവരുടെ വേതനം എന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. അങ്ങനെ കിട്ടുന്ന വേതനത്തിൽ നിന്ന് അതായത് ഈ 26,100 കോടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 1/3 വരും. ഈ അവർക്ക് കിട്ടുന്ന വേതനത്തിൻ്റെ ആകെത്തുകയുടെ 1/3 വരും ഈ 26,100 കോടി രൂപ. അപ്പോൾ 2/3 അവർ ഇവിടെ തന്നെ ചെലവഴിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ അത് സ്റ്റഡിയുടെ രീതി എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് എന്തുമാത്രം മേഖലകളിൽ ഈ 50 ലക്ഷത്തിലധികമുള്ള തൊഴിലാളികൾ എത്ര പേരുടെ ഒരു ലിസ്റ്റ് എടുത്താണ് ഒരു പഠനം നടത്തിയത് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ആ പഠനത്തിൻ്റെ ആക്യുറസി. അപ്പോൾ എന്തായാലും 1/3 കേരളത്തിൽ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ 2/3 അവരുടെ സ്വദേശത്തേക്ക് അവർ അയക്കുന്നു എന്നാണ് വരുന്നത്. അതായത്
63% അവർ സ്വദേശത്തേക്ക് അയക്കുന്നു എന്നാണ് വരുന്നത്. അതേ സമയത്ത് നമ്മളിപ്പോൾ വികസിത രാജ്യങ്ങളിലേക്ക് നോക്കുക. ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ GRE ഒക്കെ എഴുതി വേണം, നല്ല സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അമേരിക്കയിലേക്ക് പഠനാവശ്യത്തിന് വേണ്ടി പോകാനൊക്കെയുള്ളൂ. പിന്നെ പോകാവുന്നത് നേഴ്സസാണ്. പഠിക്കാനായിട്ടാണെങ്കിലും പഠിച്ചു കഴിഞ്ഞ് തൊഴിലാണെങ്കിലും അമേരിക്കയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോകണമെങ്കിൽ പല പരീക്ഷകൾ ചില പരീക്ഷകളൊക്കെ അവർ പാസ്സായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു നിയന്ത്രണമുണ്ട്, അങ്ങോട്ടുള്ള എൻട്രിക്ക് ഒരു നിയന്ത്രണമുണ്ട്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെയും അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ്, അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവർക്ക് കിട്ടുന്ന വേതനത്തിൻ്റെ ഒരു 60% അല്ലെങ്കിൽ അതെ ഏകദേശം ഒരു 60% ഒക്കെ അല്ലെങ്കിൽ 50% മിനിമം അവിടെ ചിലവഴിക്കേണ്ടി വരും അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് അനുസരിച്ച്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് 1/3 മാത്രമേ ഇവിടെ ചിലവഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതായത് ഈ ചിലവഴിക്കൽ എന്തിനൊക്കെ വേണ്ടിയാണ്? അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയാകുമ്പോൾ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. 1 India 1 പെൻഷൻ എന്ന അത് കേരളത്തിൽ നടപ്പാക്കി, അതായത് ഇന്ത്യ നടപ്പാക്കി. ചില സംസ്ഥാനങ്ങളിലൊന്നും അത് ഇതുവരെ ഇംപ്ലിമെൻറ്റേഷനിൽ എത്തിയിട്ടില്ല, പക്ഷേ കേരളത്തിൽ അത് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ റേഷൻ ഉൽപ്പന്നങ്ങൾ അവർക്ക് റേഷൻ വിലയ്ക്ക് തന്നെ വെറുതെ കിട്ടുന്നവരാണെങ്കിൽ വെറുതെ, അല്ല തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന റേഷൻ ഉൽപ്പന്നങ്ങളാണെങ്കിൽ അങ്ങനെ അതൊക്കെ അവർക്കിവിടെ ലഭ്യമാകും. പിന്നെ അവരുടെ താമസ സൗകര്യത്തിന് വേണ്ടി അതും എത്രയും കുറഞ്ഞ ചിലവിലായിരിക്കും അവർ താമസ സൗകര്യങ്ങൾ കണ്ടെത്തുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ മൊബൈലിൻ്റെ റീചാർജ് പോലെയുള്ള ചിലവുകളാണ് വരുന്നത്. പിന്നെ ട്രാൻസ്പോർട്ട് ചാർജസ്, ഇതൊക്കെയാണ് അവർക്കിവിടെ ചിലവഴിക്കേണ്ടി വരിക. അപ്പോൾ ബാക്കി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കിട്ടുന്നതാണ് ഈ പറയപ്പെട്ട 63% ഒക്കെ അതിന് ചുറ്റുവട്ടത്തിലുള്ള, അതായത് അവർ നേടുന്നതിൻ്റെ, അവർ ഏൺ ചെയ്യുന്നതിൻ്റെ, അവർക്ക് വേതനമായിട്ട് ലഭിക്കുന്നതിൻ്റെ 64% അവർക്ക് അവരുടെ നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നു. അപ്പോൾ അത് അമേരിക്കയിൽ എത്ര അയക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. ഈ 64% പുറത്തേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അർത്ഥത്തിൽ അത് എടുക്കുകയാണെങ്കിൽ, അതായത് ആ 64%, അതായത് 33% മാത്രം ഇവിടെ ചിലവാക്കി ബാക്കി 66% അവരുടെ നാട്ടിലേക്ക്, 66-67% അവരുടെ നാട്ടിലേക്ക് അയക്കും സാധിക്കുന്നു. ആ പണം കൂടി കേരളത്തിൽ തന്നെ ചെലവഴിക്കാൻ പറ്റിയാലോ എന്ന് വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ ജോലികളൊക്കെ മലയാളികൾ തന്നെ ചെയ്യാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുക. നമ്മുടെ എന്താ പറയുക, ഈ മൈഗ്രേഷൻ, സ്റ്റുഡൻറ്റ് മൈഗ്രേഷനും എല്ലാത്തരം മൈഗ്രേഷനും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തന്നെ നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുക. അതായത് ഒരു എന്താ പറയുക, ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റുക. അതൊക്കെ ഒത്തിരിയും കാലം കൊണ്ട് 10 വർഷമായിട്ട് LDF പറഞ്ഞുകൊണ്ടിരുന്ന, എല്ലാ ബജറ്റിലും ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്നാണ്. പക്ഷേ ഒരു നടപടി എടുത്തില്ലെന്നുള്ളതാണ്. പിന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ പാർട്ടിയെ വളർത്താനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം താഴേക്ക് പോയി. വിദ്യാർത്ഥികളും മാതാപിതാക്കളും എങ്ങനെ എൻ്റെ കുട്ടിയെ ഒന്ന് കേരളം കടത്തിവിടുക എന്ന ചിന്തയിലേക്ക് എത്തി. കാരണം നമുക്കറിയാം, നമ്മുടെ സിദ്ധാർത്ഥിൻ്റെയൊക്കെ മരണം, പൂക്കോട് വെറ്റിനറി കോളേജ്, 1ാം തരം സ്റ്റാൻഡേർഡുള്ള ഒരു പൂക്കോട് വെറ്റിനറി കോളേജ്, അത് എത്ര കണ്ട് തകർന്നു തരിപ്പണമായി എന്നുള്ളത് ആ ഒറ്റ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിന് പകരം വിദ്യാഭ്യാസ മേഖലയൊക്കെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി 10 വർഷത്തെ തുടർ ഭരണം കൊണ്ട്. ആ അവസ്ഥയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഈ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെ, ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ പഠിക്കാൻ അങ്ങോട്ട് പോകാതെ അവരെ ഇവിടെ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ ആണുള്ളത്. അതായത് ഇഷ്ടം പോലെ ഉള്ള വിളകളാണ് നമുക്കുള്ളത്. ഈ വിളകളെ തന്നെ ഇവിടെ അതായത് വാല്യൂ അഡീഷന് വിധേയമാക്കിയാൽ തന്നെ ക്യാമ്പസുകളിൽ സംരംഭകത്വ മികവ് പുലർത്താൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കുടുംബശ്രീ തന്നെ അതിൻ്റെ എക്സാമ്പിളാണ്, ബെസ്റ്റ് എക്സാമ്പിളാണ് കേരളത്തിലുള്ള കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ്. ആ മൈക്രോ എൻ്റർപ്രൈസസിനെ ഫോളോ ചെയ്താൽ തന്നെയും ഇവിടുത്തെ ക്യാമ്പസുകളിൽ ഒരു സംരംഭകത്വ എക്കോസിസ്റ്റം സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ സൃഷ്ടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്ത്
ഈ പറയപ്പെട്ട നമുക്ക് ഇങ്ങോട്ട് റിമിറ്റൻസ് ആയിട്ട് വരുന്ന പണത്തിൻ്റെ 66% അവർക്ക് വേതനമായിട്ട് കിട്ടുന്നതിൻ്റെ 66% അവരങ്ങോട്ട് അയക്കുന്ന സാഹചര്യത്തിൽ ആ പണം കൂടി കേരളത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തി കേരളത്തിൻ്റെ വികസനത്തിലേക്ക് നയിച്ചുകൂടെ? ഇതാണ് വി ഡി സതീശൻ സത്യത്തിൽ ആഗ്രഹിച്ചത്. ഇത് വി ഡി സതീശൻ ആഗ്രഹിച്ചു പറഞ്ഞു എന്ന സ്ഥാനത്ത് തന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പഠനവും കൂടിയുണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതായത് നിതി ആയോഗ് 2025-26 നടത്തിയ പഠനം. ആ പഠനം എന്തായിരുന്നു? വ്യാവസായിക മത്സര സജ്ജത പഠനം നിതി ആയോഗിൻ്റെ. ആ പഠനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് പല കാരണങ്ങൾ കൊണ്ട് വളരെ, അതായത് മത്സര സജ്ജതയിൽ ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒഡീഷ 76% മാർക്കോടെ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കേരളം 24% മാർക്കോടെ 15-ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് ഈ മാർക്ക് ഇത്ര കുറഞ്ഞു പോയത് എന്നതിന് നിതി ആയോഗ് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ കൂടി നമ്മൾ കാണണം. ഒന്നാമത്തെ കാരണം ഇവിടെ വ്യവസായ സജ്ജത ഇല്ലായ്മയാണ്. അതായത് നോക്കുകൂലി പോലെയുള്ള പ്രഹേളികകൾ കാരണം കൊണ്ട് ഇവിടെ വ്യവസായങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതാണ്. അതായത് ഇപ്പോൾ ഏകജാലക അനുമതി കിട്ടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? അനുമതി കിട്ടിക്കഴിഞ്ഞ് ഒരു കല്ല് നാട്ടുമ്പോഴേക്കും നോക്കുകൂലിയും ചോദിച്ച് വന്ന് തല്ലി തകർത്താൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഇവിടെ വ്യവസായ സജ്ജത ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്നുള്ള സ്റ്റുഡൻറ്റ് ഔട്ട് മൈഗ്രേഷൻ. ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ, അതായത് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരും എല്ലാം മൈഗ്രേഷൻ, സ്റ്റുഡൻറ്റിൻ്റെ മൈഗ്രേഷൻ, അതുപോലെ തൊഴിൽ തേടിയുള്ള മൈഗ്രേഷൻ. ഇപ്പോൾ IIT പാസ്സായവരാണെങ്കിലും NIT പാസ്സായവരാണെങ്കിലും IIM പാസ്സായവരാണെങ്കിലും ഏത് മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ പഠിച്ച് പാസ്സായവരാണെങ്കിലും അവരൊന്നും ഇവിടെ നിൽക്കുകയല്ല. നേഴ്സിംഗ് പാസ്സായവർ പോലും അവർ നോക്കുന്നത് പല പരീക്ഷകൾ പാസ്സായി വിദേശത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരിവിടെ ആരും ജോലിക്ക് നിൽക്കാൻ താല്പര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ആ സാധ്യതകൾ തെളിഞ്ഞു വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ കാരണമായിട്ടുള്ള ഇവിടെ നിന്നുള്ള വലിയ തരത്തിലുള്ള മൈഗ്രേഷൻ. മൂന്നാമത്തെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെയുള്ള വയോജനങ്ങളുടെ എണ്ണം. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 7% 60 കഴിഞ്ഞവരുള്ളൂ. പക്ഷേ കേരളത്തിൽ അത് ഓൾമോസ്റ്റ് 20-22% വരും. ഈ കാരണങ്ങൾ, ഇതുപോലെ വേറെയും കാരണം, പക്ഷേ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നിതി ആയോഗ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം കാണേണ്ടത്, ഒന്നാമത് ഇവിടെ വ്യവസായ സജ്ജതയില്ല, വ്യവസായങ്ങൾക്ക് വളരാനുള്ള സൗകര്യമില്ല. ആ കാരണവും. 2, മൈഗ്രേഷനും. ഈ 2 കാരണങ്ങളാണ് നമ്മുടെ, അതായത് ഇപ്പോൾ അമർത്യ സെൻ തന്നെ പലപ്പോഴും ചോദിക്കാറുള്ള, അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും എടുത്തു കാണിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കേരളം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എങ്കിൽ പോലും കൃഷിയിലും വ്യവസായത്തിലും ഏറ്റവും താഴെ നിൽക്കുന്നത് എന്തുകൊണ്ട്, സ്റ്റാഗ്നേഷൻ ആയിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ തന്നെ വിദേശ എക്കണോമിസ്റ്റുകൾ, കേരളത്തെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന എക്കണോമിസ്റ്റുകളൊക്കെ ചോദിക്കുന്ന ഇതേ ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് കേരളം ഈ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും താഴോട്ട് പോകുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ താഴോട്ട് പോക്ക്, അത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനെ തളർത്തുന്ന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ റിവേഴ്സ് റെമിറ്റൻസ് നമ്മൾ കേരളത്തിന് ഹാനികരമാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ദുഷ്ടലാക്ക്, അതായത് ഈ പറയപ്പെട്ട ഇന്ത്യക്കാരായ തൊഴിലാളികൾ തന്നെ ഇവിടെ വന്ന് ജോലി ചെയ്ത് വേതനം വാങ്ങി പോകുന്നത് അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അവരെ അവഹേളിക്കാനല്ല, പക്ഷേ ഈ വസ്തുത, കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, എങ്ങനെ ഇവിടെ എത്തി, ഈ വസ്തുത പുറത്തു കൊണ്ടുവരുവാനുള്ള അദ്ദേഹത്തിൻ്റെ വ്യഗ്രത, ആ വ്യഗ്രതയിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൽ നിന്ന് ആകെയുള്ള മൈഗ്രേഷൻ്റെ 11.3% സ്റ്റുഡൻറ്റ് മൈഗ്രേഷനാണ്. 54 രാജ്യങ്ങളിലേക്കാണ് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഈ പോകുന്നവരെല്ലാം തന്നെ ഏറ്റവും നല്ല കോഴ്സസ് പഠിക്കാനാണ് പോകുന്നത് എന്ന്. അവിടെയും നമുക്ക് ചില റെസ്ട്രിക്ഷൻസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില മുൻകരുതലുകൾ അവിടെയും എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് പല അഡ്വർടൈസ്മെൻറ്റ് ഏജൻസീസും
വളരെ അപക്വമായ തെറ്റായ വിവരങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് പകരുകയാണ്. അവിടെ ചെന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ യുണൈറ്റഡ് കിങ്ഡത്തിൽ തന്നെയുള്ള പണ്ടത്തെ ഒരു ITI അതിപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് വികസിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റി ആയിട്ട് വികസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരയാതെ തന്നെ അതിനെപ്പറ്റി അങ്ങേയറ്റമുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് കേട്ട് ഇവിടെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി യാതൊരു അറിവുമില്ലാത്ത പേരൻസും വിദ്യാർത്ഥികളും കൂടി എന്ത് ചെയ്യുന്നു? ഈ 16 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ബാങ്ക് വായ്പ എടുത്താണ് പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂറോപ്പിലേക്കും ഓസ്ട്രേലിയ, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്കും പോകുന്നത്. അമേരിക്കയിലേക്ക് അത്ര ഈസിയല്ല കടന്നു പോകാൻ. കാരണം പണം കൊടുത്തു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അമേരിക്ക. സാധാരണ രീതിയിൽ GRE എഴുതി തന്നെ വേണം എൻജിനീയറിങ് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസിനൊക്കെ വേണ്ടി പോകാൻ. അപ്പോൾ അതുകൊണ്ട് അത്ര ഈസി ആയിട്ട് അമേരിക്കയിലേക്ക് കടന്നു ചെല്ലില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ഇതുപോലെയുള്ള അവർക്കൊക്കെ റിക്രൂട്ടിംഗ് ഏജൻസീസ് ഉണ്ട്. സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള ഏജൻസീസ് നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചതിക്കപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥിനികൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരു സ്റ്റുഡൻറ്റ് പഠനാവശ്യത്തിന് വേണ്ടി മെഡിക്കൽ പഠനത്തിന് വേണ്ടി പോയിരുന്നിട്ട് സ്വന്തം സതീർത്ഥ്യൻ്റെ തന്നെ പീഡനത്തിന് വിധേയമായി കൊല്ലപ്പെട്ട കുട്ടി. ജാതി മാറ്റം, മതമാറ്റം എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ പുറകിലുണ്ടായിരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ കുട്ടികളെ വഴിതെറ്റിച്ചു കൊണ്ടുപോവുകയാണ് ഈ അഡ്വർടൈസിങ് ഏജൻസീസ്. അതിനെയൊക്കെ എതിരായിട്ട് അതൊക്കെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടണമെന്ന് തന്നെയാണ് എൻ്റെ അപേക്ഷ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കേരളത്തിൽ നിന്ന് ആകെ പോയി വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരിൽ 13.3% പേര് സ്റ്റുഡൻസാണ്. അതായത് 2.5 ലക്ഷം വരെ വിദ്യാർത്ഥിനികളാണ് കേരളത്തിൽ നിന്ന് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വർഷം പുറത്തേക്ക് പോകുന്നത്. ഇനി ഈ സ്റ്റുഡൻസ് എടുത്തിരിക്കുന്ന വായ്പയിൽ നോൺ പെർഫോമിങ്, അതായത് കിട്ടാക്കടമായി കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ എടുത്ത് പുറത്തേക്ക് പോയത്, അത് കിട്ടാക്കടമായി പരിണമിച്ചിരിക്കുന്നത് 880.74 കോടിയാണ്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ വിവരമാണ്. അപ്പോൾ എത്രയാ? 880.74 കോടി കേരളത്തിൽ നിന്ന് മാത്രം കിട്ടാക്കടമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റിയത്, ലഭ്യമായ വിവരം. എന്ന് വെച്ചാൽ ഇവരൊക്കെ ജോലി കിട്ടിയോ കിട്ടിയില്ലയോ, കാരണം ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്ക് വായ്പയൊക്കെ എടുത്തു പോകുന്നത് തെറ്റായ ദിശകളിലേക്കാണ്, തെറ്റായ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കാണ്. അവിടെ പഠിച്ച് എന്തെങ്കിലും ജോലിയിലൊക്കെ നേടിയാൽ തന്നെയും അവർക്ക് ഈ ബാങ്ക് വായ്പ, ഈ 15 ലക്ഷം മുതൽ 40 ലക്ഷം വരെയുള്ള ബാങ്ക് വായ്പയോ അതിൻ്റെ പലിശയോ അടച്ചു തീർക്കാനുള്ള വരുമാനമൊന്നും കാണില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മനസ്സിൽ കാണും. അദ്ദേഹം ഈ റിവേഴ്സ് റെമിറ്റൻസിനെ പറ്റി, അപ്പം അതായത് വളരെ കഷ്ടപ്പെട്ടാണ് ആരാണെങ്കിലും ഒരു അന്യരാജ്യത്ത് പോയി ജോലി ചെയ്ത് പണം നാട്ടിലേക്ക് അയക്കുന്നത്, വളരെ കഷ്ടപ്പെട്ടാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അയക്കുന്ന പണമാണ് ഇങ്ങനെ റിവേഴ്സ് റെമിറ്റൻസ്, അതായത് ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ ഇതിനേക്കാൾ മോശമായ കൂലിയും സാഹചര്യങ്ങളുമാണ് നിലകൊള്ളുന്നത് എന്നതുകൊണ്ടാണ് കേരളത്തിലേക്ക് അവർ തൊഴിൽ തേടി എത്തുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ തൊഴിൽ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ നാട് അവരൊക്കെ മെച്ചപ്പെടുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നു കേരളത്തിന്? അതായത് അപ്പോൾ കേരളം നന്നാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഫിസ്ക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി അത്ര രൂക്ഷമാണ്. പിന്നെ നമ്മുടെ നെൽകൃഷി, ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നു എന്ന് പറഞ്ഞാൽ കൃഷിയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 8,76,000 ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന കേരളത്തിലാണ് ഇപ്പോൾ 1.5 ലക്ഷം ഹെക്ടറിലേക്ക് അത് താണുപോയിരിക്കുന്നത്. അത് നെൽകൃഷിയുടെ കാര്യം. മറ്റേത് കൃഷിയാണ് ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പറയപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ ഒട്ടുമിക്കവാറും ഉപയോഗിക്കുന്നത് ഇവിടെ ഈ പറയപ്പെട്ട റെസ്റ്റോറൻറ്റുകളിലും അങ്ങനെയൊക്കെയുള്ള ടൂറിസം മേഖലകളിലും ഒക്കെയാണ്. പിന്നെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് സ്മോൾ അതായത് MSMEസിലൊക്കെ വളരെ ചെറിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വ്യാവസായിക വളർച്ചയ്ക്കോ കാർഷിക വളർച്ചയ്ക്കോ ഇവരുടെ സംഭാവന വളരെ കുറച്ചു മാത്രമാണ്. പിന്നെയുള്ളത് ഈ ടെർഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിസത്തെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ
തട്ടുകടകളും അവിടെ ഇവിടെയും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ ഇവർ ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇവരുടെ സഹായമുണ്ട്. അവിടെയൊക്കെ ഇവരെ റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ ആൾക്കാരെ തന്നെ പിടിച്ചു നിർത്തണം. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഗ്രഹിച്ചതും അതാണ് കേരളത്തിൽ വേണ്ടതും. നമ്മുടെ മലയാളികളായ അതുകൊണ്ടിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ധാരാളം വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടിരിക്കുന്നു. പക്ഷേ താമസിക്കാൻ ആളില്ലല്ലോ. അതായത് 10-11 ലക്ഷത്തിലധികം വീടുകളാണ് പല ജില്ലകളിലുമായിട്ട് കൺസ്ട്രക്ഷൻ നടത്തി ആൾ താമസമില്ലാതെ അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതായത് അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനും വർക്കിങ്ങിനും ഒക്കെ ആയിട്ട് കോടിക്കണക്കിന് കോടാനുകോടി രൂപ ചെലവഴിക്കുന്നു. അത് മുഴുവനും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത് ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സും ഒക്കെ ആയിട്ട്. പക്ഷേ ആ വീടുകളൊക്കെ ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റെമിറ്റൻസായി കിട്ടിയ ഫണ്ട് വളരെ അൺപ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന അർത്ഥം. അത് പാടില്ല. നമ്മുടെ റെമിറ്റൻസായിട്ട് വരുന്ന ഫണ്ട് ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവിടെയാണ് ഇവിടെ ഒരു സമുദ്ര മിഷൻ അല്ലെങ്കിൽ ഒരു മാരിടൈം ഒരു ബ്ലൂ ഇക്കോണമി വളർന്നു വരേണ്ടത്. അവിടെയാണ് ഈ കേരളത്തെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റേണ്ടത്. ഇവിടെ നല്ല എഡ്യൂക്കേഷൻ സൗകര്യങ്ങൾ, അതായത് ഏറ്റവും നല്ല കിടപിടിക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ ഇഷ്ടം പോലെ ഇങ്ങോട്ട് സ്റ്റുഡൻസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നല്ല, മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നും USA, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ വരും പഠിക്കാനായിട്ട്. കാരണം നമ്മുടെ ഈ എൻവയോൺമെൻറ്റ് ടൂറിസം സ്പോട്ടായിട്ടുള്ള നമ്മുടെ കേരളം ആയതുകൊണ്ട് തന്നെ അങ്ങനെ വിദ്യാർത്ഥികളെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പം നമുക്ക് ഈ പണം റെമിറ്റൻസ് ആയിട്ടുള്ള വന്നിട്ടുള്ള പണം റിവേഴ്സ് റെമിറ്റൻസായി പോകാതെ ഇവിടെ തന്നെ അത് നല്ലവണ്ണം പ്രയോജനപ്പെടുത്തി ഇവിടത്തുകാരെ കൊണ്ട്, അതായത് മലയാളികളെ ഇവിടെ പിടിച്ചു നിർത്തുക. ഈ 11 ലക്ഷം വീട് വെറുതെ അടച്ചിട്ടിരിക്കുന്ന ആ വീടുകളിൽ നിന്നൊക്കെ ഉള്ളവർ വിദേശത്തുണ്ട്. അപ്പോൾ അത്തരക്കാരൊക്കെ ഇവിടെ തന്നെ എന്തുകൊണ്ട് വന്ന് നിൽക്കുന്നില്ല? ഇവിടെ അതിനുള്ള അനുകൂലമായ പരിതസ്ഥിതി ഇല്ലാത്തതുകൊണ്ട്, നല്ല ശമ്പളമുള്ള തൊഴിലില്ല, അതുപോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ഒന്നുമില്ല. അതാണ് അവരിവിടെ നിൽക്കാത്ത. അപ്പോൾ അവരിവിടെ നിൽക്കത്തക്ക രീതിയിൽ അത്തരത്തിൽ വ്യാവസായികമായ വളർച്ച, അതുപോലെ തന്നെ കാർഷികമായ വളർച്ച, ഇതൊക്കെ ഇവിടെ ഉണ്ടാവണം. ഇതിനൊക്കെയുള്ള പരിസ്ഥിതി ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കി അത് എങ്ങനെ കരുപ്പിടിപ്പിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. രാഷ്ട്രീയക്കാർ സാധാരണ രീതിയിൽ വീൺവാക്കാണ് പറയാറുള്ളത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ അങ്ങനെ വീൺവാക്കുകാരനല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റും. അതുപോലെ തന്നെ ഇവിടെ വ്യാവസായിക വളർച്ചയ്ക്ക് സഹായകമായ അന്തരീക്ഷം സൃഷ്ടിക്കും. അപ്പം നമ്മുടെ തൊഴിലാളി യൂണിയനുകളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ പണ്ട് പഠിച്ച ടെക്നോളജിയുമായിട്ട് നിന്നാൽ അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുകയില്ല, നോക്കുകൂലി തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ അവർ മാർക്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. മാർക്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? റീസ്കിൽ യുവർ സെൽഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ടെക്നോളജി വളരെ വേഗം വളരും. അങ്ങനെ വളരെ വേഗം ടെക്നോളജി വളരുമ്പോൾ നിങ്ങൾ ആ ടെക്നോളജിക്ക് പുറത്താകും, തൊഴിലിന് പുറത്താകും. അപ്പോൾ തൊഴിലിന് പുറത്താകാതിരിക്കാൻ ടെക്നോളജിയോടൊപ്പം നിങ്ങളും വളരണം. അതുകൊണ്ടാണ് മാർക്സ് പറഞ്ഞത് റീസ്കിൽ യുവർ സെൽഫ് എന്ന്. അപ്പോൾ ഈ റീസ്കില്ലിങ് ഓരോ തൊഴിലാളിയും, അതായത് ഒരു കോളേജ് അധ്യാപികയാകട്ടെ, ഒരു സ്കൂൾ ടീച്ചറാകട്ടെ, ആരുമാകട്ടെ, അവർ റീസ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ വളരുന്ന ടെക്നോളജിയോടൊപ്പം അവർക്കും വളർന്ന് അവർ തൊഴിലിൽ മാഹാത്മ്യം, നിപുണത കാണിക്കാൻ പറ്റൂ. അങ്ങനെ നിപുണത കാണിക്കുന്നവർക്ക് മാത്രമായിരിക്കണം ഒരു സമൂഹത്തിൽ വലിയ ശമ്പളവും മേടിച്ച ഒന്നുമില്ലാതെ. കഴിഞ്ഞ ദിവസം ഞാനൊരു കോളേജ് പ്രൊഫസറെ, CETയിലെ ഒരു പ്രൊഫസറെ കണ്ടു. ആ പ്രൊഫസർ സംസാരമധ്യേ എന്നോട് പറഞ്ഞു, ടീച്ചറെ, എൻ്റെ ശമ്പളം 2,70,000 രൂപയാണ്. 70,000 എന്നാണോ 75,000 എന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. രൂപയാണ്. പക്ഷേ എനിക്ക് ഒരു ദിവസം 2 മണിക്കൂർ ക്ലാസ്സേ എടുക്കാനുള്ളൂ.
എന്തുമാത്രം സമയമാണ് എൻ്റെ വെറുതെ പോകുന്നത്, എന്നിട്ടാണ് എനിക്ക് ശമ്പളം തരുന്നത്. എന്തുകൊണ്ട് ഗവൺമെൻറ് എനിക്ക് കൂടുതൽ ജോലി ചെയ്യാൻ, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എന്നിൽ അർപ്പിക്കുന്നില്ല? ആ പ്രൊഫസർ ചോദിക്കുകയായിരുന്നു. അയാൾ വളരെ മിടുക്കനായ ഒരു പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എന്നിൽ അർപ്പിക്കുന്നില്ല ഗവൺമെൻറ് എന്ന്. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 3 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം. അതുമാത്രമല്ല വീണ്ടും മറ്റുത്തരവാദിത്തങ്ങൾ കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് അവരുടെ മാക്സിമം യൂട്ടിലിറ്റി അവർ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിന് വേണ്ടി എടുക്കാൻ പറ്റുക. മാക്സിമം യൂട്ടിലിറ്റി എടുത്തുകൊണ്ട് മാക്സിമം പേയ്മെൻറ്റ് നടത്തുക. ഇത് മാക്സിമം പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് മിനിമം യൂട്ടിലിറ്റി എടുക്കുക. അങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിയനുകളും ഒക്കെ അതേപ്പറ്റി അവെയറാകണം. അതായത് ഈ മാക്സിമം യൂട്ടിലിറ്റി എടുക്കാതെ മിനിമം യൂട്ടിലിറ്റി എടുത്തുകൊണ്ട് നോക്കുകൂലിയും ചോദിച്ച് കസറാൻ നടക്കാതെ, മാർക്സ് പറഞ്ഞിരിക്കുന്നത് പോലെ ഓരോ മേഖലയിലും റീസ്കിൽ ചെയ്ത് അവനവനെ തന്നെ എക്യുപ്പ് ചെയ്തുകൊണ്ട് നല്ലവണ്ണം എഫിഷ്യൻ്റായിട്ട് കർമ്മനിരതരായിക്കൊണ്ട് മുന്നേറുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിധി ഇതായിരിക്കില്ല. ഇതിനേക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കേരള സംസ്ഥാനത്തിന് വളരാൻ പറ്റും. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻഡെക്സും അഗ്രികൾച്ചറൽ ഇൻഡെക്സും ഉയർന്നു തന്നെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരം നല്ല ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ റിവേഴ്സ് റെമിറ്റൻസിനെ പറ്റി മറ്റുള്ളവർക്ക് അത്ര സന്തോഷകരമായി തോന്നിയില്ലെങ്കിലും ഒരു കമൻറ്റ് പാസ്സാക്കിയത്. ആ കമൻറ്റിൽ അദ്ദേഹം ആരെയും മോശക്കാരാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ തന്നെ മോശത്തരം, അതായത് ആ റെമിറ്റൻസ് ഉപയോഗിച്ച് കേരളം എങ്ങനെ വേണ്ട രീതിയിൽ വികസിച്ചില്ല എന്നതിലേക്ക് ഒരു വിരൽ ചൂണ്ടൽ മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.